ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെങ്ങോട്ടാണ് ഈ ഇരിടത്ത് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പം നമ്മളൊരു അടിപൊളി കല്യാണം കൂടാൻ പോവുകയാണ്. അപ്പം 5:15 ഒരു ബസ്സിനാണ് കേട്ടോ. നമ്മൾ അന്നശ്ശേരിയിൽ നിന്ന് 5:15 ബസ്സുണ്ട്, 5:40 ബസ്സുണ്ട്, 6 മണിക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ എത്താത്താൻ്റെ വീട്ടിൽ പോയി കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കല്യാണച്ചക്കൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ വരണം, എല്ലാവരെക്കാട്ടി നേരത്തെ വരണം, നിങ്ങൾ വലിയ യൂട്യൂബറാണ്, അപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ നിങ്ങളവിടെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളിതാ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, 5:15 ബസ്സിന്. അപ്പം കല്യാണം ഏതാന്ന് വെച്ചാൽ എൻ്റെ അമ്മായിൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. മോളെ കുട്ടീൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം അതൊക്കെ കൂടാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ 5:15 ബസ്സിന് കയറി നമ്മൾ 6 മണിക്ക് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് സ്റ്റാൻഡിൽ എത്തിയിട്ട് 7 മണിക്കാണ് നമുക്ക് മണ്ണൂർ വളവ് ബസ് കിട്ടിയത്. 6:30ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബസ് വരുന്നത് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. കുറേ അരമണിക്കൂറോളം നിന്നേരാണ് ബസ് വന്നത്. അപ്പം ബസ് കയറി കുത്തിരുന്ന് നോക്കുമ്പോൾ ബസ് നീങ്ങുന്നേ ഇല്ല. ബസ് 7 മണിക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ എത്താത്തനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് നേരത്തെ ഒന്നും വരാൻ പറ്റൂല, 6 മണിൻ്റെ ഒരു ബസ്സിനുണ്ട് ഇനി ഇവിടെ, ആ ഒരു ബസ്സിന് വന്നാൽ മതി, സാവധാനം വന്നാൽ മതി ഇനിന്ന് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. ഒരുപാട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിന്നിട്ടോ. അങ്ങനെ നമുക്കൊരു ബസ്സൊക്കെ കിട്ടി. നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാണ്. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. അരമണിക്കൂർ ബസ്സിലും ഇരുന്ന് അരമണിക്കൂർ ബസ് സ്റ്റാൻഡിലും നിന്നിട്ടോ. അങ്ങനത്തെ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന ഒരു രംഗം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വേഗം ഫോണൊക്കെ എടുത്ത് നോക്കുമ്പം അതൊക്കെ അവിടെ കഴിഞ്ഞ് പോയിട്ടോ. ആ വണ്ടിയിൽ നിന്ന് അവിടെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്തപ്പോഴത്തേന് വെള്ളമൊക്കെ താഴത്തേക്ക് വെച്ച് കഴിഞ്ഞ്. അപ്പം അങ്ങനെ നമ്മൾ മണ്ണൂർ വളവിലെത്തി. നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഏത് ആൾക്കാരും 99% ആൾക്കാർ ഞാൻ ഓട്ടോറിക്ഷ കയറിയാൽ എങ്ങോട്ടാണെന്ന് ചോദിക്കൂല കേട്ടോ. കാരണം ഞാനും എൻ്റെ എത്താത്തിയും ഒരുപോലാണെന്നാണ് പറയൽ. പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നലില്ല. അപ്പോൾ ഏത് ഓട്ടോറിക്ഷക്കാരും വേഗം ഓളെ വീട്ടിൻ്റെ അടുത്താണ് ഇറക്കി തരും കേട്ടോ. അങ്ങനെ ഓളെ വീട്ടിൽ പോയി കണ്ട് നമ്മൾ പുട്ടും കടലയും ഒക്കെ തിന്ന് കുറച്ചവിടെ റെസ്റ്റൊക്കെ എടുത്തപ്പോണ്ട് നമ്മളെ കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വന്നിട്ടോ. അപ്പം കല്യാണ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ, വീട്ടിലല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഓഡിറ്റോറിയം തന്നെയാണ്. അത്താണിക്കൽ എന്ന് പറഞ്ഞ പരപ്പനങ്ങാടി ഉള്ളണ റോഡ് ഭാഗത്താണ് കേട്ടോ ഈ അത്താണിക്കൽ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയമാണ്. വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോയെടുത്ത് നോക്കുമ്പോൾ നിറയെ ആളുണ്ട് കേട്ടോ. 2-3 ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കൊരു കുറവില്ല കേട്ടോ. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ പെണ്ണിനെ കൊണ്ടുവരാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ചെക്കന് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള റെഡിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എത്താത്ത. അപ്പോൾ മൂപ്പത്തി അറിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തതൊന്നും. അങ്ങനെ പെണ്ണൊക്കെ വരുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയേന്, നല്ല അടിപൊളി പാട്ടൊക്കെ ആയിന് കേട്ടോ. ആ പാട്ടൊന്നും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ്ട് നമ്മളെ ചെറിയ നാത്തൂന്. അപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്ട് നമ്മളെ വലിയ നാത്തൂന്. ആ ചുവപ്പ് ചുരിദാറിട്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മളെ ആങ്ങള കേട്ടോ. നമ്മളെ കോയപ്പ എന്ന് പറയും. കുട്ടികളൊക്കെ കോയപ്പ എന്ന് പറഞ്ഞാണ്. ഞമ്മക്കും കോയപ്പ തന്നെയാണ് കേട്ടോ. എൻ്റെ അക്കാൻ്റെ പേര് കോയ എന്നാണ്. അങ്ങനെ പെണ്ണ് വരുമ്പോൾ എല്ലാവരും തല തിരിഞ്ഞ് അങ്ങോട്ട് തല കോടിപ്പോയിട്ടുണ്ടാവും. അത്രയും തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഓരോന്നൊരു
ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതും കാത്തു നിന്ന് ഞാനും വീഡിയോ എടുത്ത് ഇങ്ങനെ കുറേ നേരം കുഴങ്ങി നിന്നിട്ടോ. അങ്ങനെ എളാമ്മമാരൊക്കെ പുതിയാപ്പള്ളിയും ചെക്കനൊക്കെ സ്റ്റേജിന്മേൽ കയറ്റിക്കൊടുത്ത് അവരിതാ ക്ഷീണിച്ച് ഒപ്പനൊക്കെ കളിച്ച് കണ്ട് ക്ഷീണിച്ച് എളാമ്മമാരെ മക്കളും ഒക്കെ ഇതാ നമ്മളെ സീറ്റിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എളാമ്മ എന്ന് പറഞ്ഞാൽ 6 എളാമ്മമാരുണ്ട്. ഒരു അമ്മോനാണിട്ടുള്ളത്. 7 പെൺകുട്ടികളും 2 ആൺകുട്ടികളാണ് കേട്ടോ. ഒരു ആൺകുട്ടി മരിച്ചു പോയതാണ്. അപ്പോൾ ഇതാ ഏകദേശം കല്യാണമൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിക്കങ്ങോട്ട് പോയിട്ടോ. നമ്മൾ ചോറുന്നാനും പോയി. ഈ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ. പക്ഷെ ചോറുന്നാൻ പോയോടത്ത് റബ്ബേ നല്ല തിരക്കേന് കേട്ടോ. അപ്പോൾ ചോറ്റുംപെരയിൽ ആളുണ്ടെങ്കിലും കല്യാണ ഓഡിറ്റോറിയത്തിൽ ആളില്ലെങ്കിലും ചോറ്റുംപെരയിൽ നിറയെ ആളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നാൻ പോയി. നല്ല അടിപൊളി ചോറൊക്കെ ഇനി മാഷാ അല്ലാ. എനിക്കിഷ്ടപ്പെട്ട സാദാ ചോറും നല്ല സാമ്പാറും, അതിന് ചിക്കൻ പൊരിച്ചതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, നല്ല പുളി അച്ചാറുണ്ട്. നമ്മൾ മുളകൊക്കെ ഇട്ടിട്ടുള്ള മുളകൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ തിന്ന് പള്ള നിറച്ചും 10 മണിക്കാണ് കേട്ടോ നമ്മളൊരു ചോറൊക്കെ തിന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളല്ല പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് വീണ്ടും എല്ലാവരോടും ചോറുന്നാൻ പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ചോറൊക്കെ തിന്നിട്ടോ. അത് വിട്ട് കൊടുക്കുന്ന പരിപാടിയില്ലല്ലോ. അപ്പോൾ ചോറൊക്കെ തിന്ന് പിന്നെയും നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി കുറേ നേരം ഇരുന്നൊക്കെ ചെയ്ത് രണ്ടാമതും ചെക്കൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ പുറമേയൊക്കെ കുറച്ചൊന്ന് എടുത്തതാണ്. അപ്പം ഒരു കുളമുണ്ട് കേട്ടോ. അതിൽ നല്ല വലിയ നല്ല കളർ മീനുകൾ കേട്ടോ. എൻ്റെ ഫോണിൽ കാണുന്ന മാതിരിയല്ല കേട്ടോ, നല്ല വലുപ്പമുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള പുറപ്പാടാണ്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു മാഷാ അല്ലാ അൽഹംദുലില്ലാ.
അങ്ങനെ നമ്മൾ ചെക്കനും പെണ്ണിനും അവിടെ ഇട്ടേച്ച് നമ്മൾ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരോടും സമ്മതമൊക്കെ ചോദിച്ച് നമ്മളിങ്ങോട്ട് പോന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉമ്മാനായിട്ട് വീട്ടിലെത്തണമല്ലോ. ഉമ്മാക്ക് എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനായിട്ട് പോയത്. ഉമ്മാക്ക് അവിടുന്ന് പോരാൻ തോന്നുന്നില്ല കേട്ടോ. മക്കളൊക്കെ തിരക്ക് കൂട്ടിയത് കൊണ്ട് കുറേ സമയം നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. 4:30 ഒക്കെ സമയമാകും വരെ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. മക്കളെ തിരക്കൂട്ടലുകൊണ്ട് നമ്മൾ വന്ന് പിന്നെ നമുക്ക് കൂട്ടുമൂച്ചിൽ നമ്മളെ വീട് പൊളിച്ചിട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി കേട്ടോ. നമ്മളെ വീടൊക്കെ പൊളിച്ച് പന്തലാക്കിയിട്ട് വെച്ചിരിക്കണം. എന്താ പറയല്, എന്താണ്, ഒരു ഗ്രൗണ്ട് മാതിരി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലം ഒക്കെ ഉണ്ട്. എന്തായാലും പൊളിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ മനസ്സിന് സങ്കടം. ഇനിയിപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇവിടെ വീടെടുക്കും, അല്ലെങ്കിൽ ഈ സ്ഥലം വിറ്റിട്ട് വീടെടുക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ഇവിടെ എടുക്കാനാണ് ആഗ്രഹം. പക്ഷേ എടുക്കാൻ നമുക്ക് കഴിയുമോയെന്നറിയില്ല. എന്താണ്, ഇത് വിറ്റാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു വീടും സ്ഥലവും 5 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 3 സെൻറ്റ് സ്ഥലമോ വീടോ ചെറുമാതിരി ഒരു വീട് എടുക്കണം എന്നാണ്. അപ്പോൾ ഇത് ഒരാളത് മാത്രമല്ല കേട്ടോ. അതുകൊണ്ടാണ് അത്രക്കേ കിട്ടുള്ളൂ. സ്ഥലവും വീടിനൊക്കെ ഉള്ള പൈസ ഉണ്ടാവുള്ളൂ കേട്ടോ. അതും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ എടുക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. നല്ലത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വീടെടുക്കട്ടെ എന്നാണ് നമ്മളെ പ്രാർത്ഥനയൊക്കെ. അങ്ങനെ നമ്മളെ വലിയ ആങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പോന്ന്. അപ്പോൾ അവിടുത്തെ ആങ്ങളുടെ മോനായിട്ട് നമ്മളെ ആക്കിത്തരുന്നത്. അങ്ങനെ നമ്മളെ കല്യാണവും പൊളിച്ചിട്ട വീടും ഒക്കെ കണ്ട് സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞ ഒരു ദിവസമായിപ്പോയിട്ടെന്ന്. ലാസ്റ്റ് വരെ ഒരു സങ്കടങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കാറ് കയറി നമ്മൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ താത്തൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഉമ്മാനും കൂട്ടി നമ്മളിങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ഉമ്മാക്ക് തീരെ സുഖമില്ലേന് കേട്ടോ. തീരെ എണീക്കുന്നില്ല. കിടന്നോടത്ത് തന്നെ കണ്ണും ചുമ്പി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഉമ്മാനായിട്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ മാഷാ അല്ലാഹ് ഞായറാഴ്ച പിന്നെ കുഴപ്പമൊന്നുമില്ലേനി. വേഗം നമ്മൾ ഉമ്മാനെയും കൂട്ടിക്കാണ്ട് അന്നശ്ശേരിക്കും പോന്നിട്ട് ഞായറാഴ്ച. അപ്പോൾ ഇതാണ് നമ്മളെ കാക്കാൻ്റെ മോനിട്ട നല്ല വിറ്റേനി. ഏതായാലും അങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മൾ താത്തൻ്റെ വീട്ടിലെത്തി. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് ലോങ്ങൊക്കെ ആയിപ്പോയി. അപ്പം ക്ഷമിക്കുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.